കൊച്ചിയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരെ നായ്ക്കളെ പോലെ ബെൽറ്റിടിപ്പിച്ചും മുട്ടിലിഴച്ചും നാണയം നക്കിയടിപ്പിച്ചും ക്രൂര പീഡനത്തിനിരയാക്കി എന്നുള്ള വീഡിയോ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അവിടുത്തെ ജീവനക്കാർ പറയുന്നത് ഇത് വ്യാജമായി പ്രചരിപ്പിച്ച ഒരു വ്യാജ വീഡിയോ എന്ന രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ ജീവനക്കാർ പുറത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ് സാർ? അഖില നമസ്കാരം. ഇത് കൊച്ചിയിലെ ഒരു മാർക്കറ്റിംഗ് സ്ഥാപനമാണ്. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് കുറേയധികം സാധനങ്ങൾ എടുത്തുകൊണ്ട് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന രീതിയിലത്തേക്ക് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനമാണ് കെൽട്രോ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ കാണാറുണ്ടല്ലോ, ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ വീട്ടിൽ ആവശ്യമുള്ള കുറേയധികം കിച്ചൺ യൂട്ടൻസിൽസ്, പാൻ പോലെയുള്ള കാര്യങ്ങൾ, കറി പൗഡർ, കിച്ചൺ ഐറ്റംസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ വീടുകളിൽ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് പലപ്പോഴും ആൾക്കാർ അവരോട് സാധനങ്ങളൊന്നും പലപ്പോഴും ആവശ്യമില്ല എങ്കിൽ പോലും ഇവരിങ്ങനെ വെയിലത്ത് വരുന്നതല്ലേ, ബുദ്ധിമുട്ടി വരുന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. അതേപോലെയുള്ള ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയാണിത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന കുട്ടികൾ തന്നെ പറയാറുണ്ട്, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും സാർ ടാർഗറ്റ് ഉണ്ട്, എന്തെങ്കിലും ഒരെണ്ണം എടുത്ത് സഹായിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പലപ്പോഴും അവരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി താരതമ്യേന നമുക്ക് വലിയ ആവശ്യമില്ല എങ്കിൽ പോലും വില കുറവുള്ള എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് അവരെ സഹായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ ഈ ടാർഗറ്റിന് വലിയ സമ്മർദ്ദമുണ്ട്. അങ്ങനെ സമ്മർദ്ദമുള്ളപ്പോൾ ഈ ആൾക്കാർ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എങ്കിൽ ഈ കമ്പനിക്കെതിരെയുള്ള ആരോപണം ഇതാണ്. അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന പല എംപ്ലോയീസും അവിടെ നിന്ന് പോയി വന്നതിന് ശേഷം പിന്നീട് മാധ്യമ സ്ഥാപനങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത്, ഇവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇവർക്ക് സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുമെന്നാണ്. അത് അവരെ വളരെ നാണം കെടുത്തുന്ന രീതിയിലത്തേക്കുള്ള, വളരെ മനുഷ്യത്വ വിരുദ്ധമായ രീതിയിലത്തേക്കുള്ള പല പണിഷ്മെന്റുകളുമാണ് കൊടുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അവരുടെ പ്രൈം ടൈം ഡിബേറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ശിക്ഷ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു റൂമിന്റെ ഉള്ളിൽ എൻഡ് ടു എൻഡ് ഒരു 5 രൂപയുടെ കോയിൻ തറയിലിട്ടതിന് ശേഷം ഊതി അതിനെ അങ്ങേയറ്റത്തെത്തിക്കുക, തിരിച്ച് ഇങ്ങേയറ്റത്തെത്തിക്കുക. അപ്പോൾ എത്രത്തോളം ശ്രമകരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് ഓർക്കുക. ഭക്ഷണം എന്തെങ്കിലും കഴിച്ചതിന് ശേഷം അത് ചവച്ച് തുപ്പിയിട്ട് അത് തറയിൽ നിന്ന് നക്കിയെടുക്കാൻ ആവശ്യപ്പെടുക. പിന്നീട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ ഒരു നായയെ കൊണ്ടുപോകുന്നത് പോലെ കഴുത്തിൽ ബെൽറ്റ് ഇടിപ്പിച്ചിട്ട് അങ്ങനെ 4 കാലിൽ നടത്തിപ്പിക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനം, ചീത്തവിളി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഇതിൽ ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളും ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. നിരവധി പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു. അതിൽ തന്നെ ചില ആൾക്കാർ ഈ കമ്പനിയുടെ മെയിൻ ഉദ്യോഗസ്ഥരെതിരെ, അദ്ദേഹം ജനറൽ മാനേജറോ MD എന്തോ ആണ്, ഉബൈൽ എന്നെന്തോ ആണ് പേര്, അങ്ങനെയുള്ള ആളിനെതിരെ പോലീസിൽ ഒരു പീഡന പരാതി കൊടുത്തിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ വരുമാനമായിരിക്കും കിട്ടുക. കൂടുതൽ വരുമാനം കിട്ടുമെന്ന രീതിയിലത്തേക്ക് ഇവർക്ക് ഒരു വാഗ്ദാനം കൊടുക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടും. പിന്നീട് ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട്. അതിലുള്ള ഉടമസ്ഥനൊക്കെ തന്നെ വലിയ ധനാഢ്യനാണ്, അയാൾ ഇതിൽ നിന്നാണ് പണം സമ്പാദിച്ചത്, വളരെ പൂറായിട്ടുള്ള ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, ഇന്ന് വലിയ കാറുകളുണ്ട്, നിറയെ ആസ്തിയുണ്ട്, കുറെ ബാങ്ക് ബാലൻസ് ഉണ്ട്, നിങ്ങൾക്കും ഇതുപോലെ ആകാം എന്ന് പറയുമ്പോൾ ഈ ആശ നഷ്ടപ്പെട്ട ആൾക്കാർക്ക്, ഒരുപക്ഷെ മറ്റ് ജോലികൾക്കൊന്നും തന്നെ പോകാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ തന്നെ എനിക്കും ഇതിൽ നിന്ന് കഴിഞ്ഞാൽ, ഞാൻ ശ്രമിച്ചാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉയരാനായിട്ട് സാധിക്കുമെന്ന രീതിയിലത്തേക്കൊക്കെ കരുതും. അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, പല ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് സ്ഥാപനങ്ങളും ഈ രീതിയിലത്തേക്കാണ് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരെ ഇതിലേക്ക് വീഴ്ത്തിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്, ഇവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ശമ്പളം കൊടുക്കാറില്ല, പിന്നെ വളരെ പരിമിതമായിട്ട് മാത്രം ഇവർക്ക് ശമ്പളം കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണ് ആ സ്ഥാപനത്തിൽ നിന്ന് 2 ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലത്തേക്ക് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ആൾക്കാർ ചുറ്റും നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പുറത്ത് ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് നമ്മുടെ ഈ ലേബർ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ V ശിവൻകുട്ടി ഇതിനൊരു സ്ഥിരീകരണം കൂടി കൊടുത്തു. അതായത് പ്രാഥമികമായിട്ട് ഇത് അന്വേഷിക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നു എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടാണ് നമ്മളതിനെ കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഞെട്ടിക്കുന്ന വിവരം ഇന്നിപ്പോൾ വാർത്തകളിലൊക്കെ തന്നെ വരുന്നത്, തൊഴിൽ വകുപ്പിന്റെ പരിശോധനയിൽ മനസ്സിലായിരിക്കുന്നത്, അവരുടെ ആധികാരികമായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇങ്ങനെയുള്ള ഒരു തൊഴിൽ പീഡനമായിരുന്നില്ല എന്നാണ്. അതിനെ തുടർന്നാണ് അതിന് ഇരയായിട്ടുള്ളതെന്ന് അവകാശപ്പെടുന്ന 2 ആൾക്കാർ. നേരത്തെയുള്ള വീഡിയോയിൽ അവരുടെ ഫേസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അവർ പറയുന്നു, ഞങ്ങളാണ് ആ വീഡിയോയിലുള്ളത്, ഞാനാണ് ഈ ബെൽറ്റ് ഇട്ടത്, ഇന്നയാളിനെയാണ് ബെൽറ്റ് ഇടിപ്പിച്ച് നടത്തിയത്,
അപ്പോൾ ഇതൊന്നും തന്നെ ഒരു തൊഴിൽ പീഡനത്തിന്റെ ഭാഗമായിരുന്നില്ല, മറിച്ച് ആ കമ്പനിയിലുള്ള ഈ ഉബൈൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരും മനാഫ് എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിന്റെ പേരിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കുന്നു. ഈ സ്ഥാപനത്തിനെ ചീത്തയാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മനാഫ് നടത്തിയിരുന്ന നാടകമാണ് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് പറയുമ്പോൾ പോലും മറ്റുള്ള ആൾക്കാർ, ഈ നാടകം എന്ന് പറയുന്നതിൽ ഇല്ലാത്ത പല ആൾക്കാരും, ഈ കമ്പനിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ തന്നെയാണ് മാധ്യമങ്ങളോട് ഇതല്ലാത്ത കഥകൾ പറയുന്നത്, അവരുടെ അനുഭവങ്ങളെ പറ്റി പറയുന്നത്, ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള നരാധമമായിട്ടുള്ള പ്രവൃത്തികൾ പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതിനെ പറ്റി അവർ പറയുന്നത്. അപ്പൊ ഇത് കേവലം ഇവരുടെ ഒരു ഈ കമ്പനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല, തൊഴിൽ പീഡനമല്ല എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിൽ എടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഇവർ പറയുന്ന സ്റ്റോറി തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. ഈ ഉബൈൽ എന്ന് പറയുന്ന വ്യക്തി ലീവിന് എന്തോ പുറത്തു പോകുന്ന സമയത്ത് ഈ മനാഫ് എന്ന് പറയുന്ന ആൾ ഈ കമ്പനിയെ തകർക്കാനായിട്ട് ഇത് ചെയ്തുവെന്നും ഈ രണ്ടാൾക്കാരെയും വിളിച്ചതിന് ശേഷം നിന്റെ കഴുത്തിൽ ബെൽറ്റ് ഇടുന്നു, നീ ഇത് പിടിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു എന്നുമാണ് പറയുന്നത്. ഒരു സീനിയർ ഉദ്യോഗസ്ഥരാണ് എന്ന് വെച്ചോളൂ, അയാൾ പറയുന്നത് ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇതല്ലല്ലോ അവരുടെ ജോലി. അപ്പൊ അങ്ങനെ ഇതല്ല അവരുടെ ജോലി എന്നിരിക്കെ എന്തിനാണ് അവരത് ചെയ്യാനായിട്ട് തയ്യാറായത്? അപ്പൊ അങ്ങനെ അവർ ചെയ്യാനായിട്ട് തയ്യാറാകണമെങ്കിൽ ഇത് അവിടുത്തെ ഒരു പതിവായിരിക്കണം. അതാണ് കോമൺ സെൻസ്, അതാണ് ലോജിക്ക്. അപ്പോൾ അല്ല എങ്കിൽ ചോദിക്കും, എന്തിനാണ് സാർ, ഇവിടുത്തെ ഒരു ജോലിയുമായി ബന്ധമില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഇങ്ങനെ നടത്തിയിരിക്കുന്നത് എന്തിനാണ്, ഇത് വീഡിയോ ദൃശ്യങ്ങളിൽ ഷൂട്ട് ചെയ്തത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇത് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഗുരുതരമാണ് എന്ന് പിന്നീട് അവർ പറയുന്നുണ്ട്. കാരണം ഇവർ പറയുന്നത് ഈ ലീവ് കഴിഞ്ഞതിന് ശേഷം ഉബൈൽ തിരിച്ചു വരുമ്പോൾ ഇവർ അദ്ദേഹത്തിനോട് പറയുകയും മനാഫും ഉബൈലും തമ്മിൽ പ്രശ്നമുണ്ടാവുകയും മനാഫിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുവെന്നാണ്. പിന്നീട് ഈ കമ്പനിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മനാഫ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതാണ്. അതല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെ കരുതിക്കൊള്ളൂ, അവിടെ തൊഴിൽ പീഡനമില്ല. എങ്കിലും എന്തിനാണ് ഒരാൾ മറ്റു രണ്ടാൾക്കാരോട് ഇങ്ങനെ കഴുത്തിൽ ഇതിട്ടതിന് ശേഷം നടക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്? അങ്ങനെ ചെയ്യേണ്ടുന്ന എന്ത് സാഹചര്യമാണ്? മറ്റുള്ള ആൾക്കാർ അത് കാണേണ്ടുന്ന എന്ത് സാഹചര്യമാണ്? അപ്പോൾ അത് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, അഥവാ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ബോധവാനാണെങ്കിലും അല്ലെങ്കിലും, അത് തൊഴിൽ സ്ഥലത്തെ പീഡനം തന്നെയാണ്. അതല്ലാതെ നിങ്ങളെ അവിടെ വിളിച്ചിട്ട് നിങ്ങൾക്കൊരു അവാർഡ് തന്നിട്ട് കൈയടിക്കുകയല്ലല്ലോ ചെയ്തത്. നിങ്ങളെ നായകളെ കൊണ്ട് നടക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു തൊഴിലിടത്താണ് നടന്നിരിക്കുന്നത് എങ്കിൽ അത് തൊഴിൽ പീഡനമാണ്. നമ്മുടെ നാട്ടിലുള്ള തൊഴിലിടം എന്നതിന്റെ ഡെഫിനിഷൻ പോലും തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി അവർ തരുന്നുണ്ടെങ്കിൽ അതും തൊഴിലിടമെന്നാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്, പക്ഷേ മാധ്യമ സ്ഥാപനം അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അക്കോമഡേഷൻ തരുന്നുണ്ടെങ്കിൽ അവിടെ നടന്നിരിക്കുന്ന ഒരു പീഡനം, ഈ സ്ഥാപനത്തിൽ നിന്നുള്ള ആൾക്കാർ എന്തെങ്കിലും വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ തൊഴിലിടമായി തന്നെയാണ് കരുതുക. കാരണം നിങ്ങളുടെ ജോലി ചെയ്യുന്നതിന്റെ ആവശ്യത്തിലാണ് നിങ്ങളവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അതേ സ്ഥാപനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അത് പീഡനം എന്ന നിലയ്ക്കല്ലാതെ ഇവരെങ്ങനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അങ്ങനെ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, അതിൽ തന്നെ ഒരു ചോദ്യം, എനിക്ക് തോന്നുന്നു മനോരമ ന്യൂസിനോടോ മറ്റോ ഇവർ പ്രതികരിക്കുന്ന സമയത്ത് ഈ വീഡിയോയിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഈ സ്ഥാപനത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവരെല്ലാവരും ഇപ്പോഴും ഈ സ്ഥാപനത്തിലുണ്ട്, പക്ഷെ പകുതി പേര് പോയി എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ ആൾക്കാരും ഇപ്പോഴും ആ സ്ഥാപനത്തിലുണ്ട്, പക്ഷെ പകുതി പേര് പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ഇല്ല എന്നല്ലേ അതിനർത്ഥം? അപ്പൊ എത്ര ആൾക്കാർ അവിടെ നിന്ന് പോയിട്ടുണ്ട്, എന്തൊക്കെ സാഹചര്യത്തിലാണ് പോയിരിക്കുന്ന ആൾക്കാരുടെ പരാതികൾ എന്തൊക്കെയാണ്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെ സത്യാവസ്ഥ എന്താണ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു സ്ഥലത്ത് ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്, ഈ മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുമ്പോൾ, നീ ഈ ബെൽറ്റ് പിടിച്ചുകൊണ്ട് നിൽക്ക്, നീ പണിഷ്മെന്റ് ചെയ്യ് എന്ന് പറഞ്ഞു എന്നാണ്. പണിഷ്മെന്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ നീ ഈ ബെൽറ്റ് ഇട്ടതിന് ശേഷം ഇവനെ പിടിച്ചുകൊണ്ട് നിൽക്ക് എന്നല്ല പറയുന്നത്. നീ ഈ ബെൽറ്റ് പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്ക്, ഈ പണിഷ്മെന്റ് നീ ചെയ്യ് എന്നാണ്. അപ്പൊ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ശിക്ഷയാണ്, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശിക്ഷയാണ്. അപ്പൊ ഇതിൽ തന്നെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല എന്ന് വെച്ചോളൂ. ഒരേ ജോലി ചെയ്യുന്ന ഒരേ പൊസിഷനിലുള്ള 2 ആൾക്കാർ, ഈ 2 ആൾക്കാർ തമ്മിൽ മത്സരമുണ്ട്. മത്സരങ്ങൾ എല്ലാ തൊഴിലിടങ്ങളിലും ആരോഗ്യകരമായിട്ടുള്ള മത്സരം നല്ലതാണ്. പക്ഷെ ഈ മത്സരത്തിൽ ഇവർ തന്നെ പറയുന്ന, കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടതാണ്, 2 ആൾക്കാർ ഒരേ പൊസിഷനിലുണ്ട് എങ്കിൽ, ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, ഒരാളാണ് അതിൽ ഒരു ദിവസം നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇവരുടെ ടാർഗറ്റ് ഒക്കെ എടുക്കുമല്ലോ, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കാം, ക്വാർട്ടർലി ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം. ഈ കൂടുതലായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ആളിന്, ഈ കുറവായി പെർഫോം ചെയ്തിരിക്കുന്ന ആളിനെ അവരുടെ ജീവനക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ചീത്ത വിളിക്കാം, എന്ത് വേണമെങ്കിലും പറയാം, തല്ലാം, ഇതൊക്കെ ചെയ്യാൻ പോലും. അപ്പൊ ഇയാൾക്ക് ഈ അടി കൊള്ളുന്ന ആളിന് അല്ലെങ്കിൽ ചീത്തവിളി കേൾക്കുന്ന ആളിന് വാശി ഉണ്ടാകും. അടുത്ത തവണ ഇവനെ എനിക്കിതെല്ലാം ചെയ്യണമെന്ന രീതിയിലത്തേക്ക് ഇയാൾ കൂടുതലായിട്ട് പെർഫോം ചെയ്യും പോലും. അങ്ങനെയാണ് എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഉയർത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല.
വളരെ നല്ല രീതിയിലത്തേക്കുള്ള തൊഴിൽ ചട്ടങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പിന്നെ എല്ലാ കാര്യത്തിലും പ്രബുദ്ധ മലയാളി, നമ്മുടെ നാട് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെക്കാളും മികച്ചത് എന്നൊക്കെ അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഈ രീതിയിലത്തേക്കുള്ള ഇവരുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടതുകൊണ്ട് മാത്രം ഇങ്ങനെ തൊഴിലിടത്ത് ഒരു പ്രശ്നം നടക്കുന്നില്ല എന്നോ അത് തൊഴിൽ പീഡനമല്ല എന്നോ നമ്മുടെ തൊഴിൽ വകുപ്പ് കണ്ടെത്താൻ പാടില്ല. ഇതിന്റെ സത്യാവസ്ഥയിലേക്കാണ് പോകേണ്ടത്. പ്രത്യേകിച്ച് മന്ത്രി തന്നെ അത് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സമഗ്ര അന്വേഷണം നടന്ന് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.